ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഉള്ളിത്തോലും ഞാൻ എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെയിൻ്റൊന്നും യൂസ് ചെയ്യാതെ ഈ ഉള്ളിത്തോല് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഉള്ളിത്തോല് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഉള്ളിയുടെ ഏറ്റവും പുറകെ വശത്തുള്ള തോല് മാത്രമാണ് എടുക്കുന്നത്. പുറകുവശത്ത് തോല് കളക്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി മാറ്റുക. അപ്പം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ബീവീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഫെവിക്കോളും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിനെ ആദ്യം ബോട്ടിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫെവിക്കോളും വെള്ളവും ഒരേ അളവിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ തോല് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. നല്ല വൃത്തിയിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിച്ച് തുടങ്ങാം. ഫെവിക്കോൾ അതേപടി യൂസ് ചെയ്യുമ്പോൾ അല്പം കട്ടി കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഫിലാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ ചിലവ് വരുന്നില്ല. ഫെവിക്കോൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഈ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് പെയിൻ്റൊന്നും ആരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ പെയിൻ്റൊക്കെ തീർന്ന അവസ്ഥയിൽ ഒട്ടും തന്നെ പെയിൻറ്റ് ഉപയോഗിക്കാതെ എന്നാൽ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എൻ്റെ ബോട്ടിലിൽ ഇതേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കോട്ട് ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തതിന് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കണം. ഇനി ഇതിനൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും മങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വാർണിഷും കൂടി ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ബോട്ടിൽ ആർട്ടിൻ്റെയും അവസാനം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കുറേ കാലം അതേ ഒരു ഷൈനിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.
വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഫാബ്രിക് ഫ്ലവർ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മളെ വർക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട്. ഒരു തുള്ളി പെയിൻറ്റ് പോലും യൂസ് ചെയ്യാതെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി